ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റ് സ്പോട്ടിനെ പറ്റിയാണ്. ഇതിരിക്കുന്നതെന്ന് പറയുന്നത് കോവളം ജംഗ്ഷനിൽ നിന്നും കോവളം ബീച്ചിലോട്ട് പോകുന്ന റോഡ് കുറച്ച് അകത്തോട്ടാണ്. ആക്ച്വലി ഇന്ന് ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് തിരിച്ച് വന്നപ്പോൾ എന്ത് ബ്ലോക്കാണെന്ന് അറിയില്ല. ഏകദേശം ടെക്നോ പാർക്ക് മുതൽ നമ്മൾ കോവളം വരെ എത്താനായിട്ട് ഒരു 2 hours മേലെ എടുത്തായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ചെന്ന് കയറിയത് സിംഹത്തിൻ്റെ മടയിൽ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇന്ന് ചെന്ന് കയറിയത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ്. ടേസ്റ്റ് ഓഫ് കേരള. നമ്മുടെ കോവളം ബീച്ചിലോട്ട് പോകുന്ന റോഡിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു സ്പോട്ട്. കോവളത്തോട്ട് പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രീ പ്ലാൻ ചെയ്ത ഒരു വീഡിയോ അല്ല. പോയതുകൊണ്ടും ബെസ്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടും ഞങ്ങൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കോവളം ബീച്ചിലോട്ടൊക്കെ ഈ വഴി പാസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ് ഇവരുടെ ആംബിയൻസും സർവീസും ഒക്കെ. പിന്നെ ഞങ്ങൾ പോയത് ഓണത്തിൻ്റെ ഒരു റിലേറ്റഡ് ഡേ ആയതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ പരിപാടികളും നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ലൈറ്റ്സൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ളൊരു വലിയ ഒരു ഏരിയ തന്നെ അവർക്കുണ്ട്. ആ ഏരിയ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളും ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പൂക്കളവും അതിൻ്റെ പിന്നെ ഓണസദ്യയുടെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണസദ്യ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ കുറേ ഒരുക്കങ്ങളും കാര്യങ്ങളും പിന്നെ പായസമേള അതിൻ്റെ കുറേ പോസ്റ്ററും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓണം റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് പരിപാടീസൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി അതൊക്കെ കണ്ടപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അകത്തോട്ട് കയറി. അകത്തുള്ള വ്യൂ എന്ന് പറയുന്നത് എൻട്രൻസ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ സൂപ്പറാണ് കേട്ടോ. ഞാനും 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉള്ളത് അകത്തോട്ട് കയറിയപ്പോൾ നേരെ കണ്ടത് ഔട്ട്ഡോർ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ആംബിയൻസ് ആട്ടോ അത്. മാത്രമല്ല പുറത്ത് മാത്രമല്ല അകത്തും അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തും അകത്തുമായിട്ട് അവരൊരു ഏരിയ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ, പിന്നെ അപ്പം, ചിക്കൻ ടിക്ക മസാലയുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആയിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. എന്തായാലും അവിടെ പോയി ഒന്ന് ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഭയങ്കര ടേസ്റ്റിയാണ്. അത് മാത്രമല്ല വലിയ എക്സ്പെൻസീവ് ആണെന്ന് പറയാനുമില്ല കേട്ടോ. നമ്മൾ എടുത്ത ഫുഡിന് കറക്റ്റ് എക്സ്പെൻസീവ് മാത്രമേ വന്നിട്ടുള്ളൂ, അധികം എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ 2 ലൈം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇച്ചായന് ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെടും. ചിക്കൻ ടിക്ക മസാല ഇച്ചായൻ്റെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ലൈവായിട്ട് സീ ഫുഡ് കൊടുക്കുന്നൊരു സ്പോട്ട് കൂടെയാണിത്. സീ ഫുഡ് കോർണർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെയുണ്ട്. ഫിഷസൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അവർ പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഏതൊക്കെ രീതിയിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, ഏതൊക്കെ മീൻ ഏതൊക്കെ രീതിയിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവിടെയുള്ള എല്ലാ മീനുകളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പം നമുക്ക് അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷെ ലൈവായിട്ട് സീ ഫുഡ് കഴിക്കും. ഞങ്ങൾ സീ ഫുഡ് ലവേഴ്സ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും സെലക്ട് ചെയ്തില്ല. ജസ്റ്റ് പോയി കാണുക മാത്രമാണ് ചെയ്തത്. ആ ഒരു പർട്ടിക്കുലർ ഏരിയ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക മാത്രമേ ചെയ്തത്. ഞങ്ങളങ്ങനെ മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ലൈവ് അപ്പവും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഈ കോർണറിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു പോർഷൻസ് അവരെടുത്തിട്ടുണ്ട്. പഴയ സിനിമയുടെ ഒരു പ്രദർശനം എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളതൊക്കെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ പാർട്ടി നടത്തുന്ന ഒരു പോർഷനാണിത്. ഇവിടെ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെലിബ്രേഷൻസോ കാര്യങ്ങളോ നമുക്ക് അവിടെ വെച്ച് നടത്താം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.